ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. ആസ് യൂഷ്വൽ എനിക്ക് അപ്പോഴേ തോന്നിയതായിരുന്നു, ഞാനിന്നത്തെ ലൈവിലും അത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവിൽ വന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണിപാളും തോക്കും തോറ്റു. എന്താ പറയുക, വീണ്ടും നമ്മുടെ ആ പഴയ പ്രൈം യുണൈറ്റഡിലേക്ക് വീണ്ടും മാറിപ്പോയി. ഇവന്മാരെ എന്താ ചെയ്യുക, എന്താ പറയുക ഇതിനൊക്കെ. ഒരുമാതിരി ആ ഒനാനേനെ ഫസ്റ്റ് ആ റാഷ്ഫോർഡിൻ്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവനായിരിക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒനാനേനെ ഫ്രീ ആയിട്ട് തരാമെന്ന് പറ. ഈസി ആയിട്ട് പിടിക്കുന്ന സാധനം തട്ടിയ മറ്റേ പ്ലെയറിൻ്റെ കാലിനിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അവനെ ഒരു തിരിച്ചു വരാൻ ആകെയുള്ളൊരു പ്രതീക്ഷ അവൻ കൊണ്ടുപോയി നശിപ്പിച്ചു എന്ന് തന്നെ പറയാം, നശിപ്പിച്ചു എന്ന് തന്നെ പറയണം. പിന്നെ ഇന്നത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വേസ്റ്റ്. ആകെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഒരു അത്യാവശ്യം എന്താ പറയുക, പ്രസ് ചെയ്ത് നല്ല രീതിയിൽ പ്രസ് ചെയ്താൽ, കാരണം ആ ഫസ്റ്റത്തെ പെനാൾട്ടി കിട്ടാൻ കാരണവും ആ ഒരു പ്രസ്സിങ്ങും അതൊക്കെ തന്നെ കൊണ്ട് തന്നെയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ എന്താണ് ഇവന്മാർക്ക് പറ്റിയത്? സാധാരണ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കാറ്. ഫസ്റ്റ് ഹാഫിൽ കളിക്കുകയില്ല, സെക്കൻഡ് ഹാഫിൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ കളിച്ചു കൂട്ടുമായിരുന്നു. പക്ഷേ ഇന്ന് ഫുള്ള് ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ശോകമായിപ്പോയി. ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ബ്രൈറ്റൻ്റെ കൂടെ അറ്റ്ലീസ്റ്റ് ഒന്ന് പിടിച്ച് നിൽക്കാനെങ്കിലും ശ്രമിക്കണ്ടേ? ലാസ്റ്റ് ഒന്നുമില്ല, എല്ലാം ആരെയും പറയാനില്ല. അമാദ് മാത്രം അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു എന്ന് പറയാം. അമാദ് കുറച്ചെങ്കിലും ഒന്ന് ട്രൈ ചെയ്തു. ഞാൻ ഇന്നത്തെ ഫസ്റ്റത്തെ ലൈവിൽ ഞാൻ ഫസ്റ്റേ പറഞ്ഞ ആ മിത്തോമേനെ പൂട്ടൽ വൻ പണിയാണ്. അത് പറ്റിയിട്ടേ ഇല്ല. മസ്റൂയിക്ക് ഇന്ന് ആ ഭാഗം ക്ലിയർ ചെയ്യാനേ പറ്റിയില്ല. 2 ഗോളും, ഫസ്റ്റത്തെ ഗോളിൻ്റെ അസിസ്റ്റ് മിത്തോമേൻ്റെ അടുത്താണ് വന്നത്. രണ്ടാമത്തെ ഗോള് ശരിക്കും ഒന്ന് ക്ലിയർ ചെയ്യായിരുന്നു ആ ഫാർ പോസ്റ്റിൽ. എന്താ ചെയ്തത്? ആ ഫാർ പോസ്റ്റിൽ മിത്തോമേനെ കറക്റ്റ് മാർക്കൊക്കെ ചെയ്തിരുന്നു, ബട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഇതേപോലത്തെ സിറ്റുവേഷനിലായിരുന്നു ആർസണലിൻ്റെ കൂടെ ഡിലൈറ്റ് ഒഡീഗാർഡിൻ്റെ നമ്മുടെ ട്രൊസാഡിൻ്റെ ഒരു ക്ലിയർ ചെയ്തത്. നല്ല ക്ലിയർ ആയിരുന്നു. അതുപോലെ മസ്റൂ ചെയ്യണമായിരുന്നു. മസ്റൂവിനെ കുറ്റം പറയില്ല. മസ്റൂയി വന്നതിന് ശേഷം എല്ലാ കളിയും നല്ലപോലെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് പുള്ളിക്ക് എന്തോ പറ്റും. എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ഗെയിമിൽ ഇറങ്ങി ആകെ ഡൗൺ ആയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിലൊരു ഭയങ്കര ഇതായി. പിന്നെ വേറെ ഒരാളും കളിച്ചിട്ടില്ല ഇന്ന്. സബ് ഇറങ്ങിയിട്ട് വന്നിട്ട് ഗർനാച്ചോ എന്താണ് കളിക്കുന്നത് അവന് പോലും അറിയില്ല. ഹോയ്ലുണ്ട് ബോള് പോലും എടുക്കുന്നില്ല, പുറം കൊണ്ടൊക്കെയാണ്. ബോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഇത് ഓടുക. ബോള് വന്നിട്ട് പുറത്ത് തട്ടിയിട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. എന്തൊക്കെയോ കളിച്ചു കൂട്ടുന്നുണ്ട്. അമാദ് അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, നടന്നില്ല. ഫസ്റ്റ് ഹാഫിൽ മാത്രം കളിച്ചു. അത് നമുക്ക് എടുത്ത് പറയാം. ഫസ്റ്റ് ഹാഫിൽ മാത്രമാണ് കളിച്ചത്. ഫസ്റ്റ് ഹാഫിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രസ്സിങ് നല്ലപോലെ പ്രസ് ചെയ്ത് നല്ലപോലെ കളി വന്നു. സ്റ്റാറ്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാൻ പറ്റും, ഭയങ്കര വേസ്റ്റ്, ആട്ടർ വേസ്റ്റ്. എന്താണ് 5 ഷോട്ട്, അതിലാകെ ഒരൊറ്റ ടാർഗറ്റ്. അതെങ്ങനെയാണ് വന്നത് ആ പെനാൽറ്റിയിൽ? അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിക്കൂടെ. പിന്നെ സിറിക്സിനെ എടുത്ത് പറയുകയാണെങ്കിൽ സിറിക്സി ഫസ്റ്റ് ഹാഫിൽ കളിച്ചു. എല്ലാ പ്ലേയേഴ്സും ഫസ്റ്റ് ഹാഫിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല, നമുക്ക് ഈ ഹോം മാച്ചസ് വേണ്ട. സത്യം പറയാലോ, ഓൾഡ് ട്രാഫോർഡിൽ എനിക്ക് കളി വേണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇവന്മാർക്കൊന്നും ഇവിടെ കളിക്കാനുള്ള ഒരു യോഗ്യതയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവേ മാച്ചസിൽ പോയിട്ട് ഇതിലും നല്ല കളിച്ചിട്ടുണ്ട്. എത്തിഹാദിൽ നിന്നായിക്കോട്ടെ, ആൻഫീൽഡിൽ നിന്നായിക്കോട്ടെ, എമിറേറ്റ്സിൽ നിന്നായിക്കോട്ടെ, അവിടെ നിന്നൊക്കെ നല്ലപോലെ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഓൾഡ് ട്രാഫോർഡിലേക്ക് വരുമ്പം കംപ്ലീറ്റ്ലി മാറുകയാണ്. കഴിഞ്ഞ കളിയും സതാംപ്ടൻ്റെ കൂടെ ഇത് തന്നെയായിരുന്നു. എന്തൊക്കെയോ കളിച്ചു കൂട്ടി ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിൽ പിന്നെ ബെറ്റർ ആയിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് 15 മിനിറ്റ്സിൽ ഒരു 3 ഗോൾ അടിച്ച് ജയിച്ചു. ബട്ട് അപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, ബ്രൈറ്റൻ്റെ കൂടെ അത് നടക്കില്ല. അവന്മാർ പന്നിക്കിട്ട് പോകും. അവന്മാർ വന്നു, പന്നിക്കിട്ടു പോയി. യൂറോന് ടൈം കൊടുത്തേ മതിയാവുള്ളൂ. യൂറോന് നടക്കുന്നില്ല. യൂറോ ലാസ്റ്റൊക്കെ ഭയങ്കര അഗ്രസീവായി. അത് കണ്ടില്ലേ, ലാസ്റ്റ് സോളി മാർച്ചുമായിട്ട് വൻ അഗ്രസീവായിരുന്നു. കാരണം ഫുള്ള് ഡൗൺ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കയ്യിൽ നിന്ന് പോയി. എല്ലാ പ്ലേയേഴ്സിനും കയ്യിൽ നിന്ന് ഫുള്ള് പോയി. എനിക്ക് ആ ഒനാനയുടെ കാര്യമാണ്. ഇന്നുകൂടി എൻ്റെ ലൈവിൽ വന്നിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒനാനെ ഇന്ന് ഇറക്കാത്തതാണ് നല്ലത്, അവൻ കഴിഞ്ഞ കളി നല്ലോണം കളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന്
എന്തായാലും അവനൊരു മിസ്റ്റേക്ക് നടത്തും. സെയിം അതുപോലെ തന്നെ ചങ്ങായിക്ക് ബോൾ പ്ലേയിങ് ഗോൾ കീപ്പറായിട്ട് കൊണ്ടുവന്നിട്ട് ഒരു ബോൾ പോലും പ്ലേ ചെയ്യാൻ കഴിയുന്നില്ല. ഭായിന്ദറിനെ പോലെ തന്നെ മഴവില്ല് പോലെ അടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവനൊക്കെ എന്ത് ബോൾ പ്ലേയിങ് ഗോൾ കീപ്പറാണ്, എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല ഇവൻ എന്ത് ബോൾ പ്ലേയിങ് ഗോൾ കീപ്പറാണ്. ബ്രൂണോവും അവിടെ ഇവിടെയൊക്കെ ഫസ്റ്റ് ഹാഫിൽ കണ്ടിരുന്നു. സെക്കൻഡ് ഹാഫിൽ എന്താണ് നമ്മുടെ പ്ലേയേഴ്സ് ഇറങ്ങിയില്ലേ, എനിക്കതായിരുന്നു. എവിടെയും ഒരു സ്ഥലത്തുനിന്ന് ബോളൊന്ന് ഫൈനൽ തേർഡിലേക്ക് പോവുക അതും ഇല്ല. സാധാരണ ഫൈനൽ തേർഡിൽ പോയി ഫിനിഷ് ചെയ്യാൻ ആളില്ല എന്നായിരിക്കും, ഇത് ഒന്നുമില്ല. ഫൈനൽ തേർഡ് പോയിട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ സാധനം പോലും വന്നിട്ടില്ല. ബ്രൈറ്റൺ തന്നെയാണ് കളിച്ചത്. പൊസിഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം 60-30 65-35 അങ്ങനെ മാറി മാറി കളിക്കാൻ. ഞാൻ വിചാരിച്ചത് സാധാരണ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മുടെ കളി സാധാരണ ഒബ്വിയസ്ലി മാറാറുണ്ടായിരുന്നു, അതുപോലെ മാറി സെറ്റായി അടിപൊളിയാവുമായിരിക്കും. ഇത് നോക്കുമ്പോൾ തുടക്കം മുതൽ തന്നെ പാളിയിട്ടായിരുന്നു. ഫസ്റ്റ് തന്നെ അവർ ഗോൾ അടിച്ചതാണ്, അത് ആ ഫൗള് ഡാലോട്ടിനെ ഫൗൾ ചെയ്തത് കൊണ്ട് മാറി. അതായത് വാറിൽ ചെക്ക് ചെയ്ത് ആ ഗോൾ ഡിസൈഡ് ചെയ്ത്, പക്ഷേ അതിന് പകരം അവന്മാരടിച്ചു. ഡാലോ, പിന്നെ എടുത്ത് പറയേണ്ടത് ഡാലോ. അയ്യോ, ഡാലോനെ കൊണ്ടൊന്നും നടക്കുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ അവനൊരു 2 നല്ലൊരു ചാൻസ്, അതായത് ശരിക്ക് എന്താ പറയുക കൗണ്ടർ പോലെ ബോളും എടുത്ത് അവന് ഓടി, അവൻ ശരിക്ക് റൺ ചെയ്യുന്നേരം അവൻ എന്തിനാണ് പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിൽ ആൾക്കാർ ഉള്ളിടത്തേക്ക് പ്ലേയേഴ്സ് ഉള്ളിടത്തേക്ക് എന്തിനാണ് അവൻ കയറി വരുന്നത് എനിക്ക് മനസ്സിലായില്ല. സൈഡ് തന്നെ ആ വിങ്ങിലൂടെ തന്നെ അവന് റൺ ചെയ്ത് സ്പേസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നമ്മുടെ പ്ലേയേഴ്സ് എത്തില്ലേ. ഇത് അവൻ ബോൾ എടുത്തിട്ട് നേരെ ആരൊക്കെയാണ് ഡിഫൻഡേഴ്സ് ഉള്ളത് മറ്റേതോ ക്രോസ് ഇട്ട പോലെയാണ് വരുന്നത്. അവന്മാർ ഡിഫെൻഡ് ചെയ്ത് ബോൾ ക്ലിയർ ചെയ്ത് മര്യാദയ്ക്ക് ആ ഫസ്റ്റ് ഹാഫ് പോലെ ഒന്ന് സെക്കൻഡ് ഹാഫ് കൂടി കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ റിസൾട്ട് വേറെ ആവുമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, റീബിൽഡിങ് ആണ്. ബട്ട് റീബിൽഡിങ് ആണെങ്കിലും ഈ പ്ലേയേഴ്സ് ഒന്ന് സഹകരിക്കണ്ടേ? ഇവന്മാരൊരു സഹകരണവും ഇല്ല. ഇവന്മാർ ഇതുപോലെ തന്നെ 2 കളി നല്ല കളി കളിക്കും, 3 കളി വീണ്ടും പഴയ പോലെ ആവും. എന്താ ഒന്നും പറയാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ വളരെ 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 പരിതാപകരമാണ്. ആൻ്റണിയുടെ ലാസ്റ്റ് മാച്ച് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ആൻ്റണി ഇറങ്ങി എന്തൊക്കെയോ കാണിച്ചു കൂട്ടി പോവുകയാണ്. ബാക്കി ഒന്നും നടന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് കളി മടുത്തുപോയി. ശരിക്ക് ടോപ്പ് 6ൻ്റെ കൂടെയുള്ള അവേ മാച്ചസ് കാണുന്നതായിരിക്കും നല്ലത്. ഇതിലും നല്ലത് നമ്മൾ ആ കളികൾ മാത്രം നമുക്ക് കാണാം. ഇവരുടെ ഈ ചെറിയ ടീം ബ്രൈറ്റണൊക്കെ ഇപ്പോൾ നല്ല ടീമായി മാറി, നമുക്ക് ശരിക്കും നമ്മളാണിപ്പോൾ ചെറിയ ടീം. ഇങ്ങനത്തെ കളി ശരിക്കും കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. പറഞ്ഞിട്ട് കാര്യമില്ല, തോറ്റുപോയി, വീണ്ടും തോറ്റു ഗൈസ്. ഓക്കെ, ബൈ.